അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ആണ്. എന്താണ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ്? അപ്പോൾ മാനോമീറ്റേഴ്സ് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ആകുമ്പോഴത്തേക്ക് എന്താണെന്നറിയോ? രണ്ട് പോയിന്റിലെ പ്രഷർ ഡിഫറൻസസ്, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരു പൈപ്പിലെ 2 പോയിന്റിലെ പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ 2 ഡിഫറന്റ് പൈപ്പിലെ പ്രഷർ ഡിഫറൻസുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ മാനോമീറ്ററിന് ഒരു യൂട്യൂബ് സെഷൻ ഉണ്ട്. അതിലൊരു ഹെവി ലിക്വിഡ് ആയിരിക്കും. ഒരെൻഡ് എവിടെയാണോ പ്രഷർ മെഷർ ചെയ്യേണ്ടത് അവിടെ കണക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റിൽ കണക്ട് ചെയ്യുന്നു. നേരത്തെ രണ്ടാമത്തെ ലിംബ് എന്ന് പറയുന്നത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് എവിടെയാണോ പ്രഷർ മെഷർ ചെയ്യാനുള്ളത് അവിടെയായിരിക്കും 2 എൻഡുകളും കണക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് മെയിൻലി 2 ടൈപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും രണ്ടാമത്തെ ഇൻവെർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അപ്പോൾ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും രണ്ടാമത്തെ ഇൻവെർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ എന്തിലേക്ക് പോകാം? യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിലേക്ക് പോകുന്നു. ഇത് ഒരു പൈപ്പ് അല്ലെങ്കിൽ ഇതൊരു പോയിന്റ്. നമ്മൾ 2 പൈപ്പായിട്ട് എടുക്കുക അല്ലെങ്കിൽ 2 പോയിന്റ് ആയിട്ട് എടുക്കുക, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 പൈപ്പായിട്ട് എടുക്കുന്നു. ഇത് ഒരു പൈപ്പ്. ആ പൈപ്പിൽ എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ പി എ. അതായത് മറ്റൊരു പൈപ്പ്. ഈ പൈപ്പിലെ ബി എന്ന് പറയുന്ന പോയിന്റ് പി ബി എന്ന് പറയും നമ്മൾ എടുത്തു. ഓക്കെ. ഇവ ഈ 2 ഇടങ്ങളിലെയും പ്രഷർ ഡിഫറൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഈ 2 ഇടങ്ങളിലെയും പ്രഷർ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ. ഇതിലൂടെ ഒരു ഫ്ലൂയിഡ് പോകുന്നു വിച്ച് ഈസ് ഹാവിങ് എ ഡെൻസിറ്റി ρ1. ഇതിലൂടെ മറ്റൊരു ഫ്ലൂയിഡ് പോകുന്നു വിച്ച് ഈസ് ഹാവിങ് എ ഡെൻസിറ്റി ρ2. ഇത് നമ്മുടെ മെർക്കുറിയോ ഏതോ ആയിക്കോട്ടെ. ഈ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി നമ്മൾ സിംപ്ലി റോ എന്ന് പറഞ്ഞെടുക്കുന്നു. ഓക്കെ. 2 ഫ്ലൂയിഡിന്റെ ഇന്റർസെക്ഷൻ നമ്മൾ റഫറൻസ് ലൈൻ ആയിട്ട് എടുക്കും. എക്സ് എന്ന് പറഞ്ഞ റഫറൻസ് ആയിട്ട് എടുക്കും. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഇതിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് സൈഡും ഇത് റൈറ്റ് സൈഡെന്നും എഴുതി കൂടെ. ലെഫ്റ്റ് സൈഡിലെ പ്രഷർ റൈറ്റ് സൈഡിലെ പ്രഷറിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ലെഫ്റ്റ് സൈഡിലെ പ്രഷർ റൈറ്റ് സൈഡിലെ പ്രഷറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ ഏതൊക്കെയാണ്? പി എ എന്ന് പറയുന്ന പ്രഷർ അല്ലേ. ഇനി ഏത് പ്രഷറുണ്ട്? ഇത്രയും ഫ്ലൂയിഡ് കോളം മൂലമുള്ള ഒരു പ്രഷർ കൂടെ ഇല്ലേടെ. അതെങ്ങനെ കണ്ടുപിടിക്കാം? പി ഈസിക്കൽ ടു റോ ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സോ ഈ ഹൈറ്റ് നമ്മൾ എക്സ് എന്നോ എച്ച് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നിങ്ങൾ എടുക്കുന്നതനുസരിച്ച് കൺസിഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. സോ അവിടുത്തെ പ്രഷർ ആകുമ്പം പി ഈസിക്കൽ ടു റോ ജി എച്ച്. അവിടുത്തെ ഡെൻസിറ്റി ρ1 ജി ഇൻറ്റു എച്ച് അല്ലെങ്കിൽ എക്സ്. ലെഫ്റ്റ് സൈഡിൽ എത്രയാണ്? വിച്ച് വിൽ ബി ഈക്വൽ ടു റൈറ്റ് സൈഡ്. സോ അതിനു മുമ്പ് റൈറ്റ് സൈഡിൽ നിന്ന് പ്രഷർ നമുക്കൊന്ന് എഴുതി നോക്കാം. റൈറ്റ് സൈഡിലെ പ്രഷർ ആകുമ്പോഴത്തേക്ക് പി ബി എന്ന് പറയുന്ന പ്രഷർ അല്ലേ. ഈ ഫ്ലൂയിഡിന്റെ ഈ കോളത്തിൽ ഇത് വരെ വേറൊരു ഫ്ലൂയിഡ് ആണ്. ഒരു വൈ ഡിസ്റ്റൻസ് വരെ ഇതിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് വിച്ച് ഈസ് ഹാവിങ് എ ഡെൻസിറ്റി ഓഫ് ρ2. സോ നമുക്ക് എങ്ങനെ എഴുതാം? പി ഈസിക്കൽ റോ ജി എച്ച്. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ρ2 ഇൻറ്റു ജി ഇൻറ്റു വൈ. പിന്നെ എന്തുകൂടെ ഉണ്ട്? ഇത്രയും കൂടെ ഇല്ലേ? റഫറൻസ് ലൈനിൽ നിന്ന് ഇത്രയും കൂടെ ഇല്ലേ? വിച്ച് ഈസ് ഹാവിങ് എ ഹൈറ്റ് എച്ച് അല്ലേ, അല്ലെങ്കിൽ പ്രഷർ ഹെഡ് എച്ച് ആണ്. അപ്പോൾ ഈ എച്ച് ഡിസ്റ്റൻസിൽ ഏത് മെർക്കുറിയുടെ ഫ്ലൂയിഡ്, മെർക്കുറി അല്ല ഏതോ ആയിക്കോട്ടെ, ഏതാണോ നമ്മൾ ഇവിടുത്തെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഈ യൂട്യൂബ് മാനോമീറ്ററിലെ ഫ്ലൂയിഡ്, അത് അതിന്റെ എന്തുകൂടെ വരുന്നുണ്ട്? പ്രഷർ ഹെഡ് കൂടി വരുന്നുണ്ട്. സോ പി സികളുടെ റോ ജി എച്ച് എടുത്തു കഴിഞ്ഞാൽ റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. അവിടുത്തെ ഡെൻസിറ്റി നമ്മൾ ആൾറെഡി എന്തെന്ന് പറഞ്ഞു? റോ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഹൈറ്റ് അല്ലെങ്കിൽ പ്രഷർ ഹെഡ് എച്ച്. അതിൽ നിന്ന് പ്രഷർ പിടിച്ചു കഴിഞ്ഞാൽ റോ ജി എച്ച്. സോ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇക്വേറ്റ് ചെയ്തൂടെ. ഇതെഴുതാം പി എ പ്ലസ് ρ1 ജി എക്സ് ഈക്വൽ ടു പി ബി പ്ലസ് ρ2 ജി വൈ പ്ലസ് റോ ജി എച്ച്. സോ
പി ബി ഇപ്പുറം കൊണ്ടുവന്നൂടെ, പി എ മൈനസ് പി ബി ഇസ് ഈക്വൽ ടു റോ ടു ജി വൈ പ്ലസ് റോ ജി എച്ച് മൈനസ് റോ വൺ ജി എക്സ്. ഇത്രയേ ഉള്ളൂ. നിങ്ങളിത് കാണാതെ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആയിട്ട് എടുത്തിട്ട് പ്രഷർ ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെയാണെന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഈ ഡേറ്റം വരെയുള്ള അല്ലെങ്കിൽ ഈ രണ്ട് ഫ്ലൂയിഡിന്റെ ഇന്റർസെക്ഷൻ വരെയുള്ള പോയിന്റാണ് നമുക്ക് എക്സ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് അല്ലെ. ചില കേസിൽ ഇതുവരെയൊന്നും തരണമെന്നില്ലതാ, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് തന്നു കളയും അല്ലെ. ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് എന്തെന്നും പറഞ്ഞ് തന്നു കളയും, എക്സ് എന്ന് പറഞ്ഞ് തന്നു കളയും. അപ്പോഴത്തേക്ക് എന്ത് ശ്രദ്ധിച്ചോളുക, ഇവിടത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമല്ല ഇതുവരെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചോളുക. ആ സമയത്ത് നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറ്റണം, ഇവിടത്തെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് ഏതാ, ഇതേ പ്ലസ് ഇതായിരിക്കും, ഇതേ പ്ലസ് ഇതായിരിക്കും. ഇതുവരെ എക്സ്, ഇത് കഴിഞ്ഞിട്ട് എച്ച്. അപ്പം ഇവിടെ വരുന്ന ഇക്വേഷനിൽ ഇതിന്റെ കൂടെ എന്തുകൂടെ വരും, പ്ലസ് എച്ച് എന്ന് പറയുന്ന ടേം കൂടെ വരും. ഓക്കെ, അത് ശ്രദ്ധിച്ചോളണം. അപ്പം നമുക്ക് ഏത് വരെ ഡിസ്റ്റൻസ് തരുന്നു, അല്ലെങ്കിൽ പ്രഷർ ഹെഡ് അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡിന്റെ ലെങ്ത് ആ കോളത്തിൽ ഏതുവരെ തരുന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കൊള്ളണം കേട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പൊ ചില കേസിൽ ഇതുവരെ തരും, ചില കേസിൽ ഈ ഡിസ്റ്റൻസ് വരെ തരത്തുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പം അതുകൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ചില കേസുണ്ട്, നമുക്ക് പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യേണ്ട സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ആ പോയിന്റുകൾ ഒരേ ലെവലിലായിരിക്കും. ഇതായിരിക്കും ഒരേ ലെവലിലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ഡേറ്റാസ് ഒന്നും വേണ്ടി വരത്തില്ല, ജസ്റ്റ് ഈ രണ്ട് ഹെഡുകൾ മാത്രം മതിയായിരിക്കും. ഓക്കെ, സോ ഇതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഇത് എക്സ് എക്സ് എന്ന് പറയുന്ന ലൈൻ, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ബി എന്ന് പറയുന്ന ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി റോ ടു, ഈ ഫസ്റ്റ് പൈപ്പ് പോയിന്റ് എ ആണ് എടുത്തേക്കുന്നത്, അതിന്റെ ഡെൻസിറ്റി റോ വൺ. ഇതുവരെയുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൂയിഡ് കോളത്തിന്റെ ഡിസ്റ്റൻസ് എക്സ്, നാനോമീറ്ററിലെ ലിക്വിഡ് ഏതാണോ അതിന്റെ ഡെൻസിറ്റി റോ, അത് ആ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എച്ച്. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഏതാ പ്രഷേഴ്സ് പി എ പ്ലസ് ഏതുകൂടെ ഉണ്ട്, ഇത്രയും പ്രഷർ അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റ് മൂലമുള്ള പ്രഷറും അല്ലേ. സോ റോ വൺ ജി, അവിടുത്തെ ഹൈറ്റ് എത്രയാണ്? ഇവിടെ നമുക്കൊന്നും തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എക്സും അത് കഴിഞ്ഞിട്ട് എച്ച്. സോ എക്സ് പ്ലസ് എച്ച് അല്ലേ. ഇനി റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പി ബി എന്ന് പറയുന്നത് പ്ലസ് ഈ ഒരു ഫ്ലൂയിഡ് കോളം മൂലമുള്ളത് റോ ടു ജി എക്സ് പ്ലസ് ഈ ഒരു ഫ്ലൂയിഡ് കോളം ഉള്ളത്. ഓക്കെ, റോ ജി എച്ച്. സോ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇക്വേറ്റ് ചെയ്തൂടെ, പി എ പ്ലസ് റോ വൺ ജി എക്സ് പ്ലസ് എച്ച് ഈക്വൽ ടു പി ബി പ്ലസ് റോ ടു ജി എക്സ് പ്ലസ് റോ ജി എച്ച്. സോ പി എ മൈനസ് പി ബി ഈക്വൽസ് ഇതിനപ്പുറം കൊണ്ടുപോയപ്പോരെ റോ ടു ജി എക്സ് പ്ലസ് റോ ജി എച്ച് മൈനസ് റോ വൺ ജി ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. ഓക്കെ, ഇതിന് സിംപ്ലിഫൈ ചെയ്തൊക്കെ വേണമെങ്കിൽ എഴുതാം, ജസ്റ്റ് അത് പറയുന്നില്ല, കാരണം നമ്മൾ ഇക്വേഷൻ കാണാതെ പഠിക്കുന്നില്ലല്ലോ, നമ്മൾ കാര്യം മനസ്സിലാക്കുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനൊരു കേസ് കൂടെ വരാം എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇൻവെർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. നേരത്തെ പറഞ്ഞത് ജസ്റ്റ് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, ഇൻവെർട്ടഡ് ഷേപ്പിലായിരിക്കും വെച്ചിരിക്കുന്നത് അല്ലെ, തല തിരിച്ചായിരിക്കും വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി കമ്പാരിറ്റീവ്ലി മറ്റുള്ളതിനേക്കാളും കുറവായിരിക്കും. അതായത് ഈ ഇതിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. ഓക്കെ, അതായത് ലൈറ്റ് ലിക്വിഡ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ലോ പ്രഷർ ഡിഫറൻസുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്ന ഈ ഇൻവെർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഇനി നമുക്കിതാ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആയിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ പ്രഷർ ഇക്വേറ്റ് ചെയ്യാം. ഇവിടുത്തെ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി റോ വൺ, ഡാറ്റം വരെയുള്ള ഹൈറ്റ് എക്സ്, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് വിച്ച് ഈസ് ഹാവിംഗ് എ ഡെൻസിറ്റി റോ, പ്രഷർ is h, then another fluid in the pipe
and having a density rho 2, this column having a height or pressure head of y. Okay, then നമുക്ക് നേരെ ഡെറിവേഷനിലേക്ക് പോകാം. നോക്കിയേ, ഇവിടെ ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്കല്ലേ പ്രഷർ ആക്ട് ചെയ്യുന്ന, ഈ ഒരു ഫ്ലൂയിഡ് കോളത്തിന്റെ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലേക്കാണ്? ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ്. ആണേ, ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഇതാ ഇവിടത്തെ പ്രഷറും ആക്ട് ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടോ? അതിന് ഡൗട്ട് ഉണ്ടോ അവിടെ? അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ആക്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇതിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ പ്രഷർ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? നെഗറ്റീവായിട്ട് എടുക്കുന്നു. ഇവിടെ അതേപോലെ തന്നെ പിയിലേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷറുകളെല്ലാം നെഗറ്റീവായിട്ട് എടുക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രഷർ, നെറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ പി എ മൈനസ് റോ 1 ജി എക്സ് എന്ന് എഴുതിക്കൂടെ? റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പി ബി മൈനസ് റോ 2 ജി വൈ മൈനസ് റോ ജി എക്സ് എന്ന് എഴുതാം. ഇക്വേറ്റ് ചെയ്യാലോ? പി എ മൈനസ് റോ 1 ജി എക്സ് ഈക്വൽ ടു പി ബി മൈനസ് റോ 2 ജി വൈ മൈനസ് റോ ജി എച്ച്. ഓക്കെ, സോ പി എ മൈനസ് പി ബി ഈക്വൽ ടു ഇതപ്പുറം കൊണ്ടുപോയവരുടെ റോ 1 ജി എക്സ് മൈനസ് റോ 2 ജി വൈ മൈനസ് റോ ജി എച്ച്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇൻവെർട്ടഡ് ഈ ട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പം ശ്രദ്ധിക്കാനുള്ള ഒരേ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രഷർ അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് കോളത്തിന്റെ പ്രഷർ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തെടുക്കുന്നു? നെഗറ്റീവ് എടുക്കുന്നത് മാത്രം ചിന്തിച്ചാൽ മതി. നെറ്റ് ഫോഴ്സ് എടുക്കുമ്പോൾ ഇതിന്റെ മൈനസ് ചെയ്യുന്നു, ഈ ഒരു പ്രഷർ മൈനസ് ചെയ്യുന്നു, ഇവിടെ ഇത് രണ്ടും മൈനസ് ചെയ്യുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഈസ് കണക്റ്റഡ് at the 2 points A and B of 2 pipes as shown in figure. The pipe A contains a liquid of specific gravity 1.5 while pipe B contains a liquid of specific gravity 0.9. The pressures at A and B are 1 kg force per centimeter square and 1.80 kg force per centimeter square respectively. Find the difference in mercury level in the differential manometer. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? രണ്ട് പൈപ്പ് തന്നിട്ടുണ്ട്. രണ്ട് പൈപ്പിലെ രണ്ട് പോയിന്റുകൾ എയും ബിയും, അതിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് തന്നിട്ടുണ്ട്. ഫ്ലൂയിഡ് ഏതൊന്നും തന്നിട്ടില്ല, പക്ഷേ അവയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് അല്ലേ? എയിലൂടെ ഉള്ളതിന്റെ 1.5, ബിയിലൂടെ ഉള്ളത് 0.9 ആണ്. ഇനി പി എ, അതായത് എയിലെ പ്രഷർ തന്നിട്ടുണ്ട്, ബിയിലെ പ്രഷറും തന്നിട്ടുണ്ട്. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന മെർക്കുറി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഈ എച്ച് എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെയാണ്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം എടുത്തെഴുതാലോ. ലെഫ്റ്റ് സൈഡിലെ സെക്ഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ലെഫ്റ്റ് ലിംബ് എടുത്തു കഴിഞ്ഞാൽ അല്ല സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 1.5, ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഇൻറ്റു 1000, സോ 1500 kg/m³ അല്ലേ. ഇനി അവിടുത്തെ പ്രഷർ തന്നിട്ടുണ്ട് അല്ലേ, 1 kg force per centimeter square. അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻⁴. സോ 1 × 10⁴ kg force per meter square. ഇനി നമുക്ക് വേണ്ടത് SI യൂണിറ്റിലേക്കാണ്. അപ്പോൾ SI യൂണിറ്റിലേക്ക് മാറ്റാനായിട്ട് അതിനെ 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം 1 kg ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.81 ന്യൂട്ടൺ ആണ്. സോ അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 9.81 × 10⁴ Nm/m² എന്ന് കിട്ടും ആണ്. ഇനി ബിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ്. അതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഇൻറ്റു 1000 അല്ലേ, അപ്പോൾ 900 kg/m³ എന്ന് കിട്ടും. അടുത്ത പ്രഷർ എത്രയാണ്? 1.80 kg force per centimeter square ആണ്. അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാം, കിലോഗ്രാം ഫോഴ്സ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാം ഇൻറ്റു 10⁻⁴. ഇനി അതിനെ ന്യൂട്ടൺ/m²ലേക്ക് മാറ്റാൻ ഇൻറ്റു 9.81. സോ എന്തെന്ന് കിട്ടും? 1.8 × 9.81 × 10⁻⁴ Nm/m² എന്ന് കിട്ടും. ഇനി നമ്മളടുത്ത് പറയുന്നുണ്ട് എന്ത്? ഈ
U2 മാനോമീറ്ററിലെ ഫ്ലൂയിഡ് എന്താണെന്ന്? മെർക്കുറി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. U2 മാനോമീറ്ററിലെ ഫ്ലൂയിഡ് മെർക്കുറി ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് മെർക്കുറിയുടെ ഡെൻസിറ്റി അറിയാം. എത്രയാ? 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്ന് അറിയാം. സോ അതും എഴുതി. ഓക്കെ ആണേ. ഇനി നമുക്ക് ആ ഫിഗർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ. എ എന്ന് പറയുന്ന ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് ഏത് ഹൈറ്റ് വരെ ഉണ്ട്? നമ്മൾ ഈ XX എന്ന് പറയുന്ന ഡേറ്റം വെച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് ഏത് ഡിസ്റ്റൻസിലുണ്ട്? ഈ 3+2 ഡിസ്റ്റൻസ് അതുവരെ ഇല്ലേ? 3+2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരെ ആ എ എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ ഉള്ളത് ആ സൈഡിൽ എന്താ? H ഹൈറ്റിൽ മെർക്കുറി അല്ലേ. ഇനി ബി എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയാണുള്ളത് ആ ഒരു ഫ്ലൂയിഡ് ഒഴുകുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡിന്റെ ഹൈറ്റ്. മെർക്കുറിക്ക് മുകളിലായിട്ട് ഇത്രയും ഹൈറ്റിലാണുള്ളത്. ആ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താ? ഈ 2+H എന്താണ്? 2+H ഹൈറ്റിൽ അവിടെ ആ ഫ്ലൂയിഡും ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയേ. ഇനി നമുക്ക് ലെഫ്റ്റും റൈറ്റും പ്രഷർ ഇക്വേറ്റ് ചെയ്താൽ പോരേ? നോക്കാം. ലെഫ്റ്റ് ലിംബാണെങ്കിൽ എന്തൊക്കെയാ ഉള്ളത്? ലെഫ്റ്റ് ലിംബാണെങ്കിൽ അവിടുത്തെ പ്രഷർ PA ഉണ്ട് അല്ലേ. അവിടുത്തെ പ്രഷർ PA ഉണ്ട്. പ്ലസ് ഈ 3+2 ഹൈറ്റിൽ ഈ ഒരു ഫ്ലൂയിഡ് കോളം. അപ്പം അതുമൂലം ഉണ്ടാകുന്ന പ്രഷർ എഴുതി. ρGH എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതി. 1500 into 9.81 2+3. പിന്നെ ഉള്ളത് ഈ H എന്ന് പറയുന്ന ഹൈറ്റിലുള്ള മെർക്കുറി മൂലമുണ്ടാകുന്ന പ്രഷർ. സോ 13.6 into 1000 അവിടുത്തെ ഡെൻസിറ്റി ആയി ഇൻറ്റു G ഇൻറ്റു ആ ഹൈറ്റ് H. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിയേ. ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷൻ കിട്ടിയേ. ഇനി റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ B എന്ന് പറയുന്ന പോയിന്റ് അവിടുത്തെ പ്രഷർ PB അല്ലേ. അത് എത്ര ഹൈറ്റിലുണ്ട്? ആ ഒരു ഫ്ലൂയിഡ് 2+H എന്ന് പറയുന്ന ഹൈറ്റിൽ ആ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. സോ അതിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ρGH അല്ലേ. സോ റോ എന്ന് പറഞ്ഞാൽ 900 into 9.81 G. അവിടുത്തെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2+H അല്ലെങ്കിൽ H+2 അല്ലേ. അത് രണ്ടും കണ്ടുപിടിച്ചു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെയും കിട്ടി, റൈറ്റ് സൈഡിലെയും കിട്ടി. ഇനി ലെഫ്റ്റ് ലിംബിലെ പ്രഷറും റൈറ്റ് ലിംബിലെ പ്രഷറും നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ പോരേ? നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഇത് ഈ അൺനോൺ ആയിട്ട് വരുന്ന ഏത് മാത്രമേ ഉള്ളൂ? H മാത്രമേ ഉള്ളൂ. സോ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? Hന്റെ വാല്യൂ കിട്ടും. 0.181 മീറ്റർ എന്ന് കിട്ടും, അല്ലെങ്കിൽ 18.1 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. കാരണം ഇതിൽ അൺനോൺ ആയിട്ട് വരുന്ന ഏത് മാത്രമേ ഉള്ളൂ? H മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ടൈമുകളും നമുക്കറിയാം. H is equal to 0.181 അല്ലെങ്കിൽ 18.1 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ഇൻവെർട്ടർ U2 മാനോമീറ്ററിന്റെ ക്വസ്റ്റ്യനിലൂടെ പോയതിനു ശേഷം ഈ ടോപ്പിക്ക് ക്ലോസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. An inverted U-tube manometer is connected to two horizontal pipes A and B through which water is flowing. The vertical distance between the axes of these pipes is 30 cm. When an oil of specific gravity 0.8 is used as a gauge fluid, the vertical height of the water column in the two limbs of the inverted manometer are found to be same and equal to 3.5 cm. Determine the difference of pressure between the pipes. Okay. ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? The vertical heights of the water column in the two limbs of the inverter manometer when measured from the respective center lines of the pipes. അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. സോ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? രണ്ട് പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. അതിൽ രണ്ടിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് വാട്ടർ തന്നെയാണ്. അവയുടെ രണ്ടിന്റെ ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ ആണ്. പിന്നെ ആ ഇൻവെർട്ടഡ്
യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിലെ ഫ്ലൂയിഡ് ഏതാണോ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. പിന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്താണടെ? ഈ വാട്ടർ കോളം അതിന്റെ ഹൈറ്റ് എത്രയാ? 35 സെന്റിമീറ്ററിൽ വാട്ടർ കോളം ഉണ്ട്. രണ്ടിന്റെ ആക്സസിൽ നിന്നും 35 സെന്റിമീറ്റർ ഹൈറ്റിൽ എന്തുണ്ട്? വാട്ടർ കോളം ഉണ്ട്. ഓക്കെ, ഇത് 35 ആണെങ്കിൽ ഈ ഒരു ഹൈറ്റ് എത്രയായിരിക്കും? 30 ആയിരിക്കും. കാരണം ഇതിന്റെ ആക്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 30 ആയിരിക്കും. സോ ഇത് നമുക്ക് ഫിഗർ ആയിട്ടൊന്നും തന്നിട്ടില്ല, ജസ്റ്റ് ലൈൻ ബൈ ലൈൻ പറഞ്ഞു പോയിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഈ ഫിഗർ വരച്ചെടുക്കാം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ അതൊന്നും ഓർത്തിരിക്കുക. നമ്മളിതിവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നേ? PA മൈനസ് PB, അതായത് ഡിഫറൻസ് ഓഫ് പ്രഷർ ബിറ്റ്വീൻ ദ പൈപ്സ്. എയിലെ പ്രഷർ പി എന്നെടുത്ത് ബിയിലെ പ്രഷർ PB എന്നെടുത്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് ആകുമ്പോൾ PA മൈനസ് PB അല്ലേ? സോ PA മൈനസ് PB ആണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് PA മൈനസ് PB? അപ്പോൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? വേറൊന്നുമല്ല, ഇതിന്റെ ആക്സസിൽ നിന്നും ഈ ഫ്ലൂയിഡ് കോളത്തിന്റെ ഡിസ്റ്റൻസ് എത്രയാ? 35 രണ്ടിന്റെയും. ഓക്കെ, ഈ ഒരു കേസാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 35 എന്നുള്ളത് മെഷർ ചെയ്തേക്കുന്ന റെസ്പെക്റ്റീവ് സെന്റർ ലൈൻ ഓഫ് ദ പൈപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സെന്റർ ലൈനിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അതെത്രയാണ്? 35 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് മാത്രമേ നമുക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് നോക്കാം. ലെഫ്റ്റ് ആകുമ്പോഴത്തേക്ക് പോയിന്റ് എയിലെ പ്രഷർ PA മൈനസ് അല്ലേ വരുന്ന? ഏത്? ഈ 35 സെന്റിമീറ്റർ മൂലം ഉള്ള ആ ഒരു പ്രഷർ. അപ്പൊ PA മൈനസ് ആ ഒരു പ്രഷർ. ഓക്കെ, വിച്ച് ഈസ് ρGH അല്ലേ? വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. വാട്ടറിന്റെ ഡെൻസിറ്റി 1000 ആണ്. അത് H 35 സെന്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് മാറ്റാൻ മറക്കില്ല. 0.35 ആണേ. ഇനി B, അതായത് റൈറ്റ് സൈഡ് നോക്കാം. B എന്ന് പറയുന്ന പോയിന്റ്, അതിലേക്ക് ഏതൊക്കെ? 35 എന്ന് പറയുന്ന വാട്ടർ കോളം മൂലവും ഈ ഒരു ഫ്ലൂയിഡ് മൂലവും രണ്ട് പ്രഷർ അല്ലേ? സോ PB മൈനസ് ρ1GH1. റോ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണല്ലേ? ρ1GH1 മൈനസ് ρ2GH2 അല്ലെങ്കിൽ ρGH. സോ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. അതുകൊണ്ട് ഡെൻസിറ്റി ഇൻറ്റു 1000 അല്ലേ? 800 ഇൻറ്റു 9.81 ഇൻറ്റു ആ ഹൈറ്റ് 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.3 മീറ്റർ. ഓക്കെ ആണോ? സോ ലെഫ്റ്റ് സൈഡിലെയും പ്രഷർ കിട്ടി, റൈറ്റ് സൈഡിലെയും പ്രഷർ കിട്ടി. ഇക്വേറ്റ് ചെയ്താൽ പോരേടെ? സിംപിളി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. അതിന് എന്ത് കിട്ടും? PA മൈനസ് PB കിട്ടും. PA മൈനസ് PB എത്ര കിട്ടും? 2354.4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ മറ്റൊരു പ്രോബ്ലം. അപ്പോൾ നമ്മള് രണ്ടിന്റെയും ഓരോ പ്രോബ്ലം വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണേ? അപ്പോൾ ഈ പോർഷൻ ഇവിടെ തീർന്നു.